الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ, തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ഈ ഭൂമിയിലും അതുപോലെ തന്നെ പരലോകത്തും നിരവധി സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ പരലോക വിജയത്തിന് വേണ്ടി അവൻ അറിയാതെ അവനെ സഹായിക്കുന്ന പല സംവിധാനങ്ങളും വിശ്വാസികൾക്ക് ദുനിയാവിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു വിശ്വാസിക്ക് വേണ്ടി സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളും അതുപോലെ തന്നെ മലക്കുകളും എന്നുള്ളത്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസം ശരിയായിട്ടുള്ള ആളുകൾ, അവർക്ക് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ മുഴുവനും പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ സംഗതിയല്ല. തന്റെ അഭാവത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നത്? അവർ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അവർ പരസ്പരം സഹോദരന്മാരെ പോലെയാണ്. കലഹിക്കുന്നവരോ തെറ്റി നിൽക്കുന്നവരോ പിണങ്ങി നിൽക്കുന്നവരോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായിക്കൊണ്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നവരോ അല്ല. അത്തരം വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു പറയുന്ന സൂറത്തുൽ ഹശ്റിൽ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം ചില ആളുകൾ വരും, വിശ്വാസികളായ ആളുകൾ മരണശേഷം വരും. യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹു വിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ നിന്നിൽ വിശ്വസിച്ച് ഈമാനുള്ളായിരുന്ന ഒരുപാട് വിശ്വാസികൾ ഞങ്ങൾക്ക് മുമ്പിൽ മരിച്ചുപോയിട്ടുണ്ട്. ആ മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അല്ലാഹു നീ പുറത്തു കൊടുക്കണമേ.
വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു ഈർഷ്യതയും പകയും വിദ്വേഷവും അതുപോലെ തന്നെ അസൂയയും ഒന്നും അല്ലാഹുവേ നീ ഉണ്ടാക്കാൻ പാടില്ല. ഇതിൽ നിന്ന് മനസ്സിലായി വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇനി എന്തെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ വന്നുപോയാൽ അതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാതെ മനസ്സിൽ സൂക്ഷിക്കാതെ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് വിശ്വാസികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ സംവിധാനം കൊണ്ട് അവർ പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. ഇത് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും ഈ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി വിശ്വാസികൾ മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖറബീങ്ങളായ മലക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ പറയാനും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا. അല്ലാഹുവിന്റെ അർശ് വഹിക്കുന്ന ചില മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ്. ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ഒരു കുബ്ബ പോലെ, ഒരു വലിയ കുട പോലെ നിൽക്കുന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ. ആ അർശ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് 4 മലക്കുകളാണ്. ഖിയാമത്ത് നാളിൽ അത് വഹിക്കുന്നത് 8 മലക്കുകളായിരിക്കും. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമൈദിൻ 8. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞു, അന്നേ ദിവസം 8 മലക്കുകളാണ് അല്ലാഹുവിന്റെ അർശുകളെന്ന് വഹിക്കുക. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ. ആ അർശിനെ താങ്ങിക്കൊണ്ടിരിക്കുന്ന, അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ അവർ അല്ലാഹുവിന്റെ ഏറ്റവും മുഖറബീങ്ങളായ മലക്കുകളാണ്. ആ മലക്കിന്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മലക്കിന്റെ വലിപ്പം മാ ബൈന ശഹ്മതി ഉദ്നി ഇലാ ആതിഖി മസീറത 700 ആമിൻ. ആ മലക്കിന്റെ ഈ ചെവിയുടെ ഭാഗത്തിൽ നിന്ന് ഈ കഴുത്തിന്റെ തോളിന്റെ ഭാഗത്തേക്കുള്ള നീളം ഏകദേശം മനുഷ്യന്മാർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്താലും ഏകദേശം 700 വർഷക്കാലം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ മലക്കിന്റെ വലുപ്പം എത്രയായിരിക്കും? അങ്ങനെയുള്ള 8 മലക്കുകൾ അല്ലാഹുവിന്റെ അർശ് വഹിക്കും, ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ അർശിന്റെ വാഹകരായ മലക്കുകൾക്ക് എന്താണ് പണി? അല്ലദീന യഹ്മിലൂന അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അവർ അല്ലാഹുവിനോട് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വയുമിനൂന ബിഹി, അവർ ഈമാൻ കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിൽ. മാത്രമല്ല വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വാസികളായ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ വെച്ചുകൊണ്ടാണ്? നിങ്ങൾ ആലോചിക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ മുഅ്മിനുകളായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖറബീങ്ങളായ മലക്കുകൾ മുഅ്മിനുകളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? അവർക്ക് നമ്മെ ഇഷ്ടമാണ്, സ്നേഹമാണ്. അല്ലാഹുവിന്റെ അർശ് വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾക്ക് മുഅ്മിനീങ്ങളെ ഇഷ്ടമാണ്, സ്നേഹമാണ്. കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയോട് സ്നേഹമില്ലെങ്കിൽ ആ മനുഷ്യന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല അവന് വേണ്ടി. ഇമാം സഅദി ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ന ദുആ ലിശഖ്സി, ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മിൻ അദല്ലി ദലാഇല അലാ മുഹബ്ബതിഹി, ആ മനുഷ്യൻ ആ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നു, അയാൾ മറ്റു പ്രാർത്ഥിക്കപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ലിഅന്നഹു ലാ യദ്ഉ ഇല്ലാ ലിമൻ യുഹിബ്ബുഹു, തനിക്കിഷ്ടമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി ഒരിക്കലും നല്ലതിനു വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുകയില്ല. ഇതൊരു ഫിത്രത്താണ്, സ്വാഭാവികമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലാഹു ആളെ നിശ്ചയിച്ചിരിക്കുകയാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ, അല്ലാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ
ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ കണ്ടീഷൻ എന്താണ്? വിശ്വാസം ശരിയാകണം, അള്ളാഹുവിലുള്ള ഈമാൻ ശരിയാകണം, തൗഹീദ് ശരിയാകണം. തൗഹീദുള്ള ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് പടച്ച റബ്ബിന്റെ ഈ ആയത്ത്. തൗഹീദ് ഇല്ലാത്തതിനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ട് അമ്പിയാക്കന്മാരിലേക്കും മൗലിയാക്കന്മാരിലേക്കും ജാറങ്ങളിലേക്കും മഖബറുകളിലേക്കും തന്റെ ആവശ്യങ്ങളും ആവലാദികളും വേവലാദികളുമായി കടന്നു ചെല്ലുന്ന അള്ളാഹുവിന്റെ മഖ്ലൂഖീങ്ങളിലേക്ക് തിരിയുന്ന മഖ്ലൂഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കൂല. തൗഹീദുള്ള വയസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലവർ പറയുന്നു റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ, അള്ളാഹുവിന് വിശ്വാസികൾക്ക് വേണ്ടി റഹ്മത്ത് കൊടുക്കണം. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ, നിന്റെ വിജ്ഞാനം വിശാലമാണല്ലോ. ഇതിൽ വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നത് ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക, അള്ളാഹുവേ ഭൂമിയിൽ വെച്ചുകൊണ്ട് നിന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ആളുകളുണ്ട്, നിന്നോട് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുണ്ട്, നിന്റെ മാർഗം പിൻപറ്റിയ ആളുകളുണ്ട്. അള്ളാഹു നീ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ. ഇത് രാവും പകലുമില്ലാതെ ക്ഷീണമില്ലാതെ വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയപ്പോഴാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം എന്താ? നമുക്ക് വേണ്ടി ഇപ്പോഴും അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നെന്താ? ഫഗ്ഫിർ ലില്ലദീന താബൂ, അള്ളാഹുവെ തൗബ ചെയ്ത ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. ഈ വെള്ളിയാഴ്ച രാവിലെ ഈ ദിവസമായിട്ട് ജുമാക്ക് വരുന്നതിന് മുമ്പ് എത്ര തവണ നമ്മളൊക്കെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്? എത്ര തവണ നമ്മൾ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ആ ഇസ്തഗ്ഫിറുല്ലാ, അള്ളാഹു നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി നീ പുറത്തു കൊടുക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വത്തബഉ സബീലക, നിന്റെ മാർഗത്തിൽ ചരിക്കുന്നവരായിരിക്കണം അവർ. വെറും ഇസ്തിഗ്ഫാർ കൊണ്ട് കാര്യമില്ല. ഇസ്തിഗ്ഫാറിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റാതെ പോകണം. അതോ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റാതെ യഥാർത്ഥ ഇസ്ലാമിന്റെ മാർഗത്തിൽ ചലിക്കുന്നവരായിരിക്കണം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, യാനി ബിത്തിബാ റുസുലിക വബി തൗഹീദിക വതഅതിക, നിന്റെ പ്രവാചകന്മാരെ പിൻപറ്റുകയും തൗഹീദ് ഉണ്ടാകുകയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു ഇനി അവർക്ക് പുറത്തു കൊടുക്കണം, അള്ളാഹു ഇനി അവിടെ തൗബ സ്വീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങളുള്ള ആളുകളുടെ കാര്യം ശ്രദ്ധിക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവിടെ കാര്യം നോക്കാനും അവിടെ പാപങ്ങളെ സംബന്ധിച്ചുള്ള ആവലാദികൾ അവർ പടച്ചറബിന്റെ മുമ്പിൽ നിവർത്തുകയാണ്. സഹോദരന്മാരെ, ഞങ്ങളത് ആലോചിച്ച് നോക്കൂ. ഈ രണ്ട് വിശേഷണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക. ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒന്നാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ലഹു ഫിൽ യൗമി 100 മറ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാത്ത ഒരു ദിവസം കഴിഞ്ഞു പോകാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു അബദ്ധം പോലും ചെയ്യാത്ത പ്രവാചകനാണല്ലോ. എന്നിട്ട് പോലും അസ്തഗ്ഫിർ 100 പ്രാവശ്യം പറയുന്നു. ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം വത്തബഉ സബീലക്, അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ അവർ പിൻപറ്റുന്നവരാകണം. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്തിഗ്ഫാർ മാത്രം പോരാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ഞാനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സഹോദരൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. കാര്യം ഇസ്ലാമായി കൊണ്ട് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഖാത്തിമ നന്നാകണമെന്നില്ല. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ തഖ്വ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ആരോട് വിളിച്ചാൽ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്. അപ്പൊ ഈമാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ ഈമാനിന്റെ ഖാത്തിമ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പണിയെടുക്കുകയും ചെയ്യണം. ഏത് സമയത്തും മുഅ്മിനായിക്കൊണ്ട് ജീവിക്കണം. കാരണം ഇസ്ലാമിന് വേണ്ടി പല സേവനങ്ങളും ചെയ്ത പല ആളുകൾ പോലും അവസാനം ഇസ്ലാമിൽ തെറ്റിപ്പോയ കഥകളും ചരിത്രങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൗദി അറേബ്യയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്ന ഒരു മനുഷ്യൻ, അയാൾ ഹദീസ് നിഷേധികൾക്കെതിരെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ, മുൽഹിദീങ്ങൾക്കെതിരെ വലിയ ഗ്രന്ഥമെഴുതിയ മനുഷ്യനാണ്. വലിയ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായി ജോലി ചെയ്തൊരു മനുഷ്യൻ തന്റെ അവസാന കാലഘട്ടത്തിൽ
അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് മാറിപ്പോവുകയും ഇസ്ലാമിനെതിരെ ഗന്ധം എഴുതുകയും ചെയ്യുന്ന നഊദുബില്ലാ അവസ്ഥയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിച്ച് ഇസ്ലാമിനെതിരെ ശത്രുക്കൾക്ക് എതിരെ മറുപടി പറഞ്ഞ ആളുകൾക്ക് വരെ അവസാനം ഈമാൻ പതറിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ വത്തബഉ സബീലക വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിൽ നിന്ന് ഏത് മാർഗത്തിലും തെറ്റിക്കാൻ പിശാചിന്റെ പല കുതന്ത്രങ്ങളും കെണികളും നമ്മുടെ ഒക്കെ മുമ്പിലുണ്ട്, 4 ഭാഗത്തുമുണ്ട്. സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വമിൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം എന്ന പിശാച് അള്ളാഹിനോട് പറഞ്ഞ്, ഞങ്ങളുടെ മുമ്പ് കൂടെ മാത്രമല്ല, മുന്നിലൂടെയും ബാക്കിലൂടെയും വലതു ഭാഗത്തൂടെയും ഇടതു ഭാഗത്തൂടെയും ഒക്കെ ഞാൻ ചെല്ലും. സുമ്മലാ തജിദു അക്സറഹും ശാക്കിരീൻ, അധിക ആളുകളെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീന്റെ മാർഗം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ദീനിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് വീണ്ടും മലക്കുകൾ പ്രാർത്ഥിക്കാണ്, വഖിഹിം അദാബൽ ജഹീം, അല്ലാഹുവേ നീ അവർക്ക് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനം കൊടുക്കണം, നരകത്തിന്റെ ശിക്ഷയിൽ നീ അവരെ കാത്തുകൊള്ളണം. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ ലത്തി വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. ഇതൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ സഹോദരന്മാരെ? എന്നാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അള്ളാഹിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോടും അല്ലെങ്കിൽ ആളുകളോടും ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖത മിൻ അമലില്ലാ മിൻ സലാസ്, 3 കാര്യത്തില്ലാത്തൊക്കെ മുറിഞ്ഞുപോയി. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. വെറും വലത് എന്നല്ല, സ്വാലിഹായ മനുഷ്യൻ, സ്വാലിഹായ സന്താനം, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. അപ്പൊ സ്വാലിഹീങ്ങൾക്ക് മാത്രമേ മാതാപിതാക്കൾ മരിച്ചാൽ ഓർമ്മ ഉണ്ടാകുള്ളൂ. അല്ലാത്തൊരു വാപ്പാന്റെ സ്വത്തോണ്ട് ഒരിച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ വാപ്പി ഓനും തമ്മിൽ എന്ത് ബന്ധം? കോഴിമുട്ടും നമ്മളെ ബന്ധമല്ലാതെ. അങ്ങനെ ഒരിക്കലും വിശ്വാസികളാകാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദിനേന പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ നീ അവരെ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അല്ലാഹു നീ അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ അർശിന്റെ അടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അള്ളാഹു അവരുടെ ഇണകൾക്ക് നീ പുറത്തു കൊടുക്കണം, ഭാര്യയ്ക്ക് പുറത്തു കൊടുക്കണം, ഭർത്താവിന് പുറത്തു കൊടുക്കണം. വദുർരിയാതിഹിം, അവരുടെ മക്കൾക്ക് പുറത്തു കൊടുക്കണം. ഇതൊക്കെ വിശ്വാസികളായ ആളുകൾക്കുള്ള വലിയ ഒരു സമ്മാനമായിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ തട്ടിപ്പോയാലും അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും തട്ടുകയില്ലല്ലോ. ഇത് എന്ത് വേണം ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഇണകൾക്ക് വേണ്ടിയും നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു തട്ടുകയില്ല, ആ പ്രാർത്ഥന അല്ലാഹു തട്ടുകയില്ല. പലപ്പോഴും നമ്മളൊക്കെ പരാതി പറയാറുണ്ട്, മക്കൾ അങ്ങനാകുന്നു ഇങ്ങനാകുന്നു. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മളൊരിക്കലും വ്യസനിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നന്നായാൽ അള്ളാഹുവിന്റെ അർശിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളും നമ്മുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. പിന്നെ അവർ പ്രാർത്ഥിക്കാണ്, വഖിഹിമുസ് സയ്യിആത്ത്, അള്ളാഹുവേ വിശ്വാസികൾ, ഈ പടച്ചവനെ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ഈ മനുഷ്യന്മാരെ നീ തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം, തിന്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം. നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുക, പടച്ചവനെ ആ മനുഷ്യനെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തണം, ആ മനുഷ്യനെ തിന്മയിൽ നിന്ന് നീ മാറ്റി നിർത്തണം. കാരണം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് സ്വർഗം വാങ്ങിക്കൊടുക്കാനും ഒരു മനുഷ്യന് നരകം വാങ്ങിക്കൊടുക്കാനും ഇന്നവന്റെ കീശയിലുള്ള മൊബൈൽ മാത്രം മതി, മൊബൈൽ മാത്രം മതി. അവന് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ മൊബൈൽ മതി. ആരാരും അറിയാതെ ദിനേന ഇന്നോണം സദഖകൾ കൊടുക്കാൻ അവന്റെ മൊബൈൽ കൊണ്ട് സാധിക്കും. ആരാരും അറിയാതെ നരകത്തിന്റെ വഴിയിലൂടെ നടക്കാനും വ്യഭിചാരത്തിന്റെയും തോന്നിവാസത്തിന്റെയും വഴിയിലൂടെ നടക്കാനും അവന്റെ മൊബൈൽ മാത്രം മതി. അതുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുക, വഖിഹിമുസ് സയ്യിആത്ത്.
പടച്ചോനെ, ഈ വിശ്വാസികൾക്ക് വേണ്ടി, ഈ വിശ്വാസികളെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് നീ അവസരമുണ്ടാക്കി കൊടുക്കണം, അവർക്ക് നീ തൗഫീഖ് കൊടുക്കണം. കാരണം എന്താണ്? ഒരു മനുഷ്യൻ തിന്മയിൽപ്പെട്ടാൽ ആ തിന്മയ്ക്ക് ഒരുപാട് ആസാറുകൾ ഉണ്ടാകും. ആ ആസാറുകളിൽ നിന്ന് ഒരുപക്ഷെ അവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം പിന്നെ ഒരു തിന്മയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ തിന്മക്കുണ്ടാകുന്ന ഒരുപാട് പ്രതിഫലനങ്ങളുണ്ടാകും. ഒരു മനുഷ്യൻ ഹറാമായ ഒരു കാര്യം കാണുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഒരു കറുത്ത കുത്തു വീഴും. അല്ലെങ്കിൽ ഹറാമായത് കേട്ടാൽ അവന്റെ മനസ്സിൽ കുത്തുവീഴും. ആ കുത്ത് ആത്മാർത്ഥമായി പടച്ചറബിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ അത് വെളുത്ത് ആ കുത്തു നീങ്ങും. ഇല്ലെങ്കിലോ ആ കുത്തവിടെ കിടക്കും. അവന്റെ മനസ്സ് പഴയതിനേക്കാൾ കൂടുതൽ മലിനമായി കഴിഞ്ഞു. വീണ്ടും തിന്മകൾ ചെയ്യുമ്പോൾ വീണ്ടും മലിനമാകുന്നു. അങ്ങനെ മലിനമായി ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അവന്റെ ഹൃദയത്തിന് സീൽ വെക്കുകയും പിന്നീട് അവൻ നരകത്തിലേക്ക് പോകുന്നു. ഒരു തിന്മ ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ വലിയ ദുസ്വാധീനങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് വഖഹിമുസ് സയ്യിആത്ത്, അല്ലാഹു സയ്യിആത്തുകളിൽ നിന്നും അതുപോലെ തന്നെ വമൻ തഖിസ് സയ്യിആത്തി യൗമൈദിൻ ഫഖദ് റഹിംതഹു വദാലിക ഹുവൽ ഫൗസുൽ അളീം. അല്ലാഹു നീ ഒരു മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുകയും അതിന്റെ ആസാറുകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്താൽ അല്ലാഹു നീ ആ മനുഷ്യൻ റഹ്മത്ത് ചെയ്തവനാണ്. അതാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ആ വിജയം ആ മനുഷ്യന് കൊടുക്കണമേ എന്ന് അല്ലാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ സദാസമയം സഹോദരന്മാരെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് മുഅ്മിനുകളായ ആളുകൾക്ക്, അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു കൊടുപ്പിന് സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അള്ളാഹു ഒരുക്കിയ ഒരു സംവിധാനമാണിത്. ഇത് മാത്രമല്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു, വിശ്വാസികളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മനുഷ്യന്മാർ പതറിപ്പോകുന്ന, വിശ്വാസികൾ ബേജാറായി പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരണത്തിന്റെ സന്ദർഭത്തിലും ഖബറിന്റെ സന്ദർഭത്തിലും അതുപോലെ തന്നെ മഹ്ശറിലേക്ക് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്ന സന്ദർഭത്തിലുമാണ്. കാരണം ഇത് മൂന്ന് നമുക്ക് പരിചയമില്ലാത്തതാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ മരണത്തെ അഭിസംബോധന ചെയ്യുന്നത്. മുമ്പ് മരിച്ചിട്ടില്ലല്ലോ. ഖബറിലേക്ക് എത്തിയാൽ ആദ്യമായിട്ടാണ്, ഏറ്റവും പുതിയ അനുഭവമാണ് അവന്. ഇനി മഹ്ശറിലേക്ക് എത്തുമ്പോൾ അവിടെയും അവന് പുതിയ അനുഭവമാണ്. ഏതൊരു മനുഷ്യനും അവിടെ എനിക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്ന രംഗമാണിത്. കാരണം അപരിചിതമായ ലോകത്തേക്കും അപരിചിതമായ കാര്യങ്ങളെയുമാണ് അവൻ അഭിമുഖീകരിക്കാനിരിക്കുന്നത്. അള്ളാഹു പറയാണ്, ഈ സ്ഥലങ്ങളിലൊക്കെ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂന്ന് സ്ഥലങ്ങളിലും അവരെ ആശ്വസിപ്പിക്കാനും അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് സന്തോഷവാർത്ത കൊടുക്കാനും അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടൊന്നുമില്ല, അവസാനം ദീൻ തെറ്റിപ്പോകുന്ന അവസ്ഥയല്ല, ഇസ്ലാമിനെ പരിഹസിക്കുന്ന അവസ്ഥയല്ല. ثم استقاموا, ലോകത്തിന്റെ അവന്റെ അവസാനം വരെ അവൻ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ മരണത്തിന്റെ വേളയിൽ അവന്റെ അടുക്കിലേക്ക് വരും. എന്നിട്ടോ കാരണം മരിക്കാൻ പോവുകയാണ് അവൻ. മലക്കുകൾ ആദ്യമായി കൊണ്ട് കാണാൻ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശ്വാസികളാണെങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മദ്ദുൽ ബസർ, അവന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് മലക്കുകൾ വന്നിരിക്കും, മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള സഹായികൾ. പിന്നെയാണ് മലക്കുൽ മൗത്തിന് വരിക. അവൻ മലക്കുൽ മൗത്തിനെയും മലക്കിനെയൊക്കെ കാണുന്ന, സ്വാഭാവികമായിട്ടും അവന് പരിചയമില്ലാത്ത ജീവികളായിരിക്കും, പേടിച്ചു പോകും. പക്ഷെ മലക്കുകൾ അവൻ ആശ്വസിപ്പിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുള്ള ആ സ്വർഗ്ഗത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ രംഗമാണത് മരണത്തിന്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞതുപോലെ വൽതഫത്തി സാഖു ബിസാഖ്, കണങ്കാലുമായിട്ട് ഇങ്ങനെ കൂട്ടിയിരിക്കുമ്പോൾ മനുഷ്യന്മാരിങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. വഹീനേദിൻ തന്ദുറു എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കാനേ കഴിയുള്ളൂ. ആ മനുഷ്യന്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കുന്ന മലക്കുകൾ അവൻ ആശ്വസിപ്പിക്കാൻ, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനൊരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, ഏത് വിശ്വാസിയാണ് പേടിച്ചു പോകാതിരിക്കുക? കാരണം എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല, എന്താണ് അനുഭവങ്ങളെന്നറിയില്ല. ആ പ്രയാസത്തിന്റെ ഘട്ടത്തിലും പതറിപ്പോകാതിരിക്കാൻ അള്ളാഹു മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി ഖബറിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാലോ? അവന്റെ അടുക്കിലേക്ക് വിചാരണയ്ക്ക് വരുന്ന മലക്കുകൾ സത്യനിഷേധികളാണെങ്കിൽ പേടിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുസ്നുൽ വജ്ഹ്, ഏറ്റവും സുന്ദരന്മാരായ, അവനൊരിക്കലും പേടിപ്പിക്കാത്ത, അവന് സന്തോഷവാർത്ത അറിയിക്കുന്ന മലക്കുകളാണ് ആ ഖബറിലേക്ക് അവന്റെ അള്ളാഹു അയച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും സുമുഖന്മാരായ മലക്കുകൾ അവൻ ആശ്വസിപ്പിക്കും. എന്നിട്ട് അവർ പറയും, എന്നിട്ട് അള്ളാഹു വിളിച്ചു, ഫഫ്രിശൂ ലഹു മിനൽ ജന്ന, പേടിക്കേണ്ടതില്ല, അത് സ്വർഗത്തിന്റെ പുതപ്പുകളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്, പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്, സ്വർഗം കണ്ട് നിങ്ങൾ ആസ്വദിച്ച് കടന്നുകൊള്ളുക. സ്വാഭാവികമായിട്ടും മരണത്തിന്റെ ബേജാറ് കഴിഞ്ഞ് ഖബറിലേക്ക് എത്തുമ്പോൾ മനുഷ്യരുണ്ടാകുന്ന വേവലാതിയുണ്ട്. ആ വേവലാതിയിലും അള്ളാഹ് മലക്കുകൾ അവിടെ ആക്കിയിട്ടുണ്ട്, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഈമാനുള്ള വിശ്വാസികൾക്ക് അള്ളാഹു ദുനിയാവിലും മരണത്തിന്റെ ഘട്ടത്തിലും ഖബറിലുമൊക്കെയുള്ള, അതാണ് വയസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ എന്ന് പറഞ്ഞു. മരിച്ചാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ മലക്കുകൾ അതിനാക്കിയിട്ടുണ്ട്. ഇനി മാത്രവുമില്ല, ഒരു മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മഹ്ശറിലേക്കാണല്ലോ പോണത്, എന്താ ഒരു ബേജാറുണ്ടാകും, എന്താകും അവസ്ഥ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറയാണ്, ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയും ആ മഹാപേടിയും അവർ ഒരിക്കലും ഭയപ്പെടുത്തുകയില്ല. കാരണം എന്താണെന്നറിയോ? വതതലഖാഹുമുൽ മലായിക, കാരണം അവർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കാനുള്ള അവിടെ മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ഖബറിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ വതതലഖാഹുമുൽ മലായികതു, അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, ഹാദാ യൗമുക്കുമുൽ ലദീ കുൻതും തുഅദൂൻ, ഇത് നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയിരിക്കുന്ന ആ ദിവസമാണിത്. പേടിക്കേണ്ട ആവശ്യമില്ല, ബേജാറാകേണ്ട ആവശ്യമില്ല. അവൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ കൈപിടിച്ച് ആശ്വസിപ്പിക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ ഉണ്ടാകുന്ന. ഇനിയോ, ഇനി സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. വസിയഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. വിശ്വാസികൾ അള്ളാഹു കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടാൽ വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിന്റെ കാവൽക്കാർ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. തിബ്തും, നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനമാണ് ദുനിയാവിൽ കാഴ്ചവെച്ചത്, അതുകൊണ്ട് ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതന്മാരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പൊ ലോകത്ത് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ കാവൽ അത് ഏതൊക്കെ രൂപത്തിൽ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് രണ്ട് കണ്ടീഷനാണ് അള്ളാഹ് പറഞ്ഞത്. ഒന്ന്, അഖീദ ശരിയാകണം, ഈമാൻ ശരിയാകണം. വത്തബഉ സബീലക, നിന്റെ ദീന്റെ മാർഗത്തിൽ തെറ്റാതെ അവൻ ചരിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ സഹോദരന്മാരെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അവന്റെ ഈമാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ഒരിക്കലും ലാഘവത്വം കാണിക്കാതെ പഠിച്ച് അഖീദ പിഴക്കാതെ ബിദ്അത്തുകളിലേക്ക് പോകാതെ ജീവിക്കുവാൻ പരിശ്രമിക്കണം. അള്ളാഹു നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളായ ആളുകൾക്കുള്ള സമാധാനവും ആശ്വാസവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേ സമയത്ത് സത്യനിഷേധികളാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ വിട്ടുകൊണ്ട് ജീവിക്കുന്ന പാപികളായ മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈവെടിയും എന്ന് മാത്രമല്ല, അവരെ അവഗണിക്കുകയും അവർക്ക് ഭയാനകമായ ഭയപ്പാടിന്റെ രംഗങ്ങളാണ് അള്ളാഹു അവർക്ക് സംവിധാനിക്കുക. ദുനിയാവിൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോകുമെങ്കിലും മരണം മുതൽക്കു തന്നെ അവർക്ക് പ്രയാസങ്ങൾ ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ പറയും, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക,
നബിയെ, മലക്കുകൾ അള്ളാഹുവിന്റെ ദീനിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാത്ത സത്യനിഷേധികളായ ആളുകളെ മരിപ്പിക്കുന്ന രംഗം, അവിടെ മരണത്തിന്റെ രംഗം നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തെ ഏറ്റവും ക്ഷമയുള്ള മനക്കരുത്തുള്ള വ്യക്തി. ആര് പതറിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതറൂല. ഉഹദിന്റെ രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള പല സഹാബത്തും ഓടിപ്പോയി, അവർ പതറിപ്പോയി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉഹദിന്റെ രണാങ്കളത്തിൽ ഉറച്ചെന്ന് പറഞ്ഞു, അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, സത്യപ്രവാചകൻ, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി ധൈര്യശാലിയാണ്. ആ ധൈര്യശാലിയായ റസൂലുള്ളാഹി അത് പറഞ്ഞു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, നബിയെ, മലക്കുകളെങ്ങാനും ഒരു സത്യനിഷേധിയെ മരിപ്പിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ആ മലക്കുകൾ അവന്റെ മുഖത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു സന്തോഷ വാർത്ത കൊടുക്കുന്നില്ല, ഒരു ആശ്വാസവാക്ക് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരെ പുറംഭാഗത്തും അവരെ പിൻഭാഗത്തും അവരുടെ മുഖത്തും അവർ അടിച്ചുകൊണ്ടിരിക്കുന്നു. വദൂഖു അദാബൽ ഹരീഖ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട, അപ്പുറത്തേക്ക് വലിയ ശിക്ഷ വേറെ വരാനുണ്ട് എന്ന് പറഞ്ഞവരെ പേടിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു സത്യനിഷേധിയായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ തെറ്റിപ്പോയി തോന്നിവാസങ്ങൾ മുഴുകി നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ റൂഹിനോട് പോലും മലക്കുകൾക്ക് ബഹുമാനം ഉണ്ടാവില്ല എന്നാ. റൂഹിനോട് പോലും ബഹുമാനം ഉണ്ടാവില്ല. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ, അള്ളാഹുവിന്റെ ആയത്തുകൾ കളവാക്കുകയും അതിൽ നിന്നൊക്കെ അഹങ്കാരം നടിച്ചു നടക്കുകയും ചെയ്ത ആളുകളുണ്ട്. ഉറക്കം മരിക്കുമല്ലോ ഇവിടെ. ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അതുപോലെ തന്നെ ഉപദേശങ്ങളും ക്ലാസുകളും വഅദുകളൊക്കെ കേട്ടിട്ട് എന്ത് ദീന്, എന്ത് ഖുതുബ, എന്ത് വഅദ് എന്നൊക്കെ പറഞ്ഞ് ലഹരിയിലും തോന്നിവാസങ്ങളിലും ഒരു ജീവിതമല്ലാതെ അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ച് നടന്നാൽ അള്ളാഹ് പറയും, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവന്റെ റൂഹ് ആകാശത്തേക്ക് ഉയരുമ്പോൾ ആകാശങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അള്ളാഹിന്റെ മലക്കുകൾ പറയും തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ തുറക്കൂല എന്ന് പറയും. അവന്റെ റൂഹിനെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ വിശ്വാസികളുടെ റൂഹാണെങ്കിൽ അവർ വേഗം തുറന്നു കൊടുക്കുന്ന. പക്ഷെ ഈ സത്യനിഷേധിയായ ഈ പോക്കിരിയായി നടന്ന അള്ളാഹിനെ ദീൻ ധിക്കരിച്ച മനുഷ്യനാണെങ്കിൽ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമായി, ആകാശത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കൂല മലക്കുകൾക്ക് തുറക്കാൻ തോന്നൂല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ഈ ചീത്ത ആത്മാവിന് വേണ്ടി ഞങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കൂല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ വലാ യദ്ഖുലൂനൽ ജന്നത, അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യമല്ല. ഹത്താ യൽജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒരു സൂചിയുടെ ദ്വാരം ഉണ്ടാകുമല്ലോ, ഒരു സൂചിയുടെ ദ്വാരം, ആ സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കാത്ത കാലത്തോളം അവർ സ്വർഗത്തിലേക്ക് കടക്കൂല. നമുക്കറിയാം സൂചി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിരിക്കും. ആ സൂചിയുടെ ഒരു ഓട്ടുണ്ടാവും, ദ്വാരം ഉണ്ടാകും, നൂലിടണേ, അതിന്റെ ഉള്ളിലൂടെ വലിയൊരു ഭീമാകാരമായി ഒട്ടകം പ്രവേശിക്കുന്ന കാലുണ്ടെങ്കിൽ അന്ന് അവർ സ്വർഗത്തേക്ക് കടക്കുള്ളൂ എന്നാ. ഒരിക്കലും സ്വർഗത്തിലേക്ക് കടക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവരെ അവഹേളിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ പ്രയാസകരമായ ഘട്ടമായിരിക്കും അവർക്കുണ്ടാവുക. ഇതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളെ മലക്കുകൾക്ക് ഇഷ്ടമാണ്, അള്ളാഹ് വെറുക്കുന്ന ആളുകളെ മലക്കുകൾക്കും ഇഷ്ടമില്ല. ഇതാണ് ഒരു മുഅ്മിനുണ്ടാകേണ്ടത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമുണ്ടാകണം, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരെ നമുക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല. അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, ഇത് ഇസ്ലാമിന്റെ അഖീദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്തുകൊണ്ടാണ് മലക്കുകൾ നമ്മളെ സ്നേഹിക്കുന്നത്? വിശ്വാസികൾക്ക് വേണ്ടി സൗകര്യങ്ങളും പ്രാർത്ഥനകളും ഒരുക്കി കൊടുക്കുന്നത് ആ വിശ്വാസികളെ പടച്ചോന് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് കാഫിറുകളോട് അവർ മനുഷ്യരായിട്ടും ഈ സമീപനം സ്വീകരിക്കുന്നത്, സത്യനിഷേധികളോടും തെമ്മാടികളോടും ഈ സമീപനം സ്വീകരിക്കുന്നത്? അവർ അള്ളാഹുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് മലക്കുകൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? തോന്നിവാസങ്ങൾ ചെയ്യുന്ന, തോന്നിവാസത്തോട് മാത്രമല്ല തോന്നിവാസികളെയും നമുക്ക് ഈ തോന്നിവാസത്തുള്ള വെറുപ്പ് അവരോടുണ്ട്.
അതാണ് ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും പതറാതെ പേടിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ ദുനിയാവെന്ന് വെച്ചുകൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാർ, ഇന്ന് ആഴ്ചയിൽ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പള്ളിക്ക് വേണ്ടി പിരിവെടുക്കുന്ന കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും ആത്മാർത്ഥമായി അതിൽ സഹകരിക്കണം. അള്ളാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേന്ദ്രം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേന്ദ്രങ്ങൾ അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ പള്ളികളാണ്. ആ പള്ളിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ നഷ്ടമാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം. ആത്മാർത്ഥം എല്ലാവരും സഹകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പിഞ്ചോമന സഹോദരങ്ങൾ, സഹോദരന്മാർ അള്ളാഹു ഇനി അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു അവരെ പ്രയാസപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം. അള്ളാഹുവെ അവിടെ ആയുധങ്ങൾ നീ പരാജയപ്പെടുത്തണം. അള്ളാഹു നീ അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള നല്ലവരായ മാതാപിതാക്കൾ, അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.